അമേരിക്കയിൽ മുട്ടയ്ക്ക് വില വർദ്ധിച്ചത് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. കോഴിമുട്ടയുടെ വിലക്കയറ്റത്തിന് കാരണം മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ തെറ്റായ നയങ്ങളാണെന്ന് ആരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് വാക്പോരിന് ഇടയാക്കിയതാണ് അമേരിക്കയിലെ മുട്ടവില വർധന രാജ്യത്തിനപ്പുറം ശ്രദ്ധ നേടിയത്. എന്നാൽ പക്ഷിപ്പനി വ്യാപനത്തെ തുടർന്ന് മുട്ടവില ഇടിഞ്ഞ് സാധാരണ നിലയിലെത്തി. മുട്ടവില തിരിച്ചിറങ്ങിയപ്പോൾ ഇപ്പോഴിതാ അമേരിക്കക്കാർക്ക് തലവേദനയായി ബീഫ് വിലയാണ് കുതിച്ചു കയറുന്നത്. അമേരിക്കയിൽ ബീഫ് വില പുതിയ റെക്കോർഡുകൾ ലക്ഷ്യമാക്കിയാണ് ഉയരുന്നത്. US കൃഷിവകുപ്പിന്റെ കണക്കനുസരിച്ച് ജനുവരി മുതൽ ബീഫ് വിലയിൽ 9% വർധനയുണ്ടായി. നിലവിൽ ഒരു പൗണ്ടിന് $9.26 വില. ജൂൺ മാസത്തിലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം സ്റ്റീക്കിന് 12.4%, ഗ്രൗണ്ട് ബീഫിന് 10.3% വില വർദ്ധിച്ചു. ജൂൺ മാസം ഗ്രൗണ്ട് ബീഫിന്റെ ശരാശരി വില $6.12 എത്തി. 1980 ശേഷം ഗ്രൗണ്ട് ബീഫ് വില ആദ്യമായാണ് $6 കടക്കുന്നത്. കഴിഞ്ഞ വർഷം സമ്മർ സീസണിൽ $5.65 ആയിരുന്നു വില നിലവാരം. കന്നുകാലികളുടെ എണ്ണം കുറഞ്ഞതും വരൾച്ചയും ഇറക്കുമതി കൂടിയതുമാണ് വില വർധനയ്ക്ക് കാരണമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഫാം ബ്യൂറോ ഫെഡറേഷന്റെ കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ കന്നുകാലികളുടെ എണ്ണം 74 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ഈ വർഷം ആദ്യം പുറത്തു വന്ന കണക്കനുസരിച്ച് US-ലാകെ 86.7 ദശലക്ഷം കന്നുകാലികളാണ് ഉള്ളത്. 1951 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. കന്നുകാലി കൃഷി കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ വരൾച്ച മൂലം തീറ്റയുടെ ലഭ്യത കുറഞ്ഞതും തീറ്റ ചെലവ് വർദ്ധിച്ചതും പല കർഷകരെയും അവരുടെ കന്നുകാലികളുടെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാക്കി. കൃഷി ലാഭകരമല്ലാതായതോടെ പല കർഷകരും തൊഴിൽ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് US-ലേക്ക് ബീഫ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ബീഫ് കയറ്റുമതി 22% കുറഞ്ഞുവെന്ന് അമേരിക്കൻ ഫാം ബ്യൂറോ ഫെഡറേഷൻ അറിയിക്കുന്നു. 2 വർഷം മുമ്പ് വരെ ഇറക്കുമതിയും കയറ്റുമതിയും ഏകദേശം തുല്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ വർഷം 5.19 ബില്യൺ പൗണ്ട് ബീഫ് കയറ്റുമതി US ലക്ഷ്യമിട്ടിരുന്നു. മുൻ വർഷത്തേക്കാൾ 12% വർധനയാണ് US-ന്റെ ലക്ഷ്യം. അതേസമയം വില കൂടിയാലും അമേരിക്കക്കാർ ബീഫ് വാങ്ങുന്നതിൽ നിന്ന് പിന്നോട്ടില്ല. കോഴിയിറച്ചി കഴിഞ്ഞാൽ അമേരിക്കയുടെ രണ്ടാമത്തെ ജനപ്രിയ ഇറച്ചിയാണ് ബീഫ്. സമ്മർ സീസണിലാണ് അമേരിക്കക്കാർക്കിടയിൽ ബീഫ് ഉപഭോഗം വർദ്ധിക്കുന്നത്. 2024 27.6 ബില്യൺ പൗണ്ട് ബീഫ് അമേരിക്കക്കാർ കഴിച്ചുവെന്നാണ് കണക്ക്. ശരാശരി ആളോഹരി ഉപഭോഗം 56 പൗണ്ടായിരുന്നു. കഴിഞ്ഞ മാസം വാൾമാർട്ട് കൻസസിലെ ഒലാത്തയിൽ പുതിയ ബീഫ് ഉൽപ്പാദന കേന്ദ്രം തുറന്നത് വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞിരുന്നു. US-ലെ വാൾമാർട്ടിന്റെ ആദ്യ ഉൽപ്പാദന കേന്ദ്രമാണിത്. ഇടനിലക്കാരെ ഒഴിവാക്കി വിതരണക്കാരിൽ നിന്ന് നേരിട്ടാണ് ബീഫ് വാങ്ങുന്നത്. അതേസമയം മുട്ടയുടെ വില കുറഞ്ഞതുപോലെ ബീഫ് വില കുറയുക എളുപ്പമല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബീഫ് വ്യവസായം മുട്ട വ്യവസായത്തെക്കാൾ സങ്കീർണമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.